ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കുറച്ച് ഫ്രേസസ് ആണ് പഠിക്കുന്നത്. ആദ്യത്തെ ഫ്രേസ് ഫോട്ടോ ഫിനിഷ്. ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ ഇഞ്ചോടിഞ്ച് പോരാടിയിട്ടാണ് ആരെങ്കിലും ജയിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ കോമ്പറ്റീഷൻ ഒരു ഫോട്ടോ ഫിനിഷ് ആയിരുന്നു എന്ന് നമ്മൾ പറയും. ഈ ഇലക്ഷനിലൊക്കെ ഇഞ്ചോടിഞ്ച് പോരാടിയിട്ടാണ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ദ ഇലക്ഷൻ വാസ് എ ഫോട്ടോ ഫിനിഷ്. ഇലക്ഷൻ ഒരു ഫോട്ടോ ഫിനിഷ് ആയിരുന്നു എന്ന്. ഇലക്ഷൻ മാത്രമല്ല, ഇപ്പോൾ റണ്ണിങ് റേസിലും രണ്ടാൾക്കാർ ഇഞ്ചോടിഞ്ച് പോരാടിയിട്ടാണ് ജയിച്ചതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയും ദ റേസ് വാസ് എ ഫോട്ടോ ഫിനിഷ്. ഇനി ഫ്രേസ് എങ്ങനെ ഉണ്ടായത് എന്ന് പറയാം. പണ്ട് കുതിരപ്പന്തയങ്ങൾ നടക്കുമ്പോൾ കുറേ കുതിരകൾ ഏകദേശം ഒരേ സമയത്താണ് ഫിനിഷ് ലൈനിൽ എത്തിയിരുന്നത്. അപ്പോൾ ഏത് കുതിരയാണ് ശരിക്കും ഫസ്റ്റ് വന്നതെന്ന് അറിയാൻ കഷ്ടപ്പാടായിരുന്നു. അതിനുവേണ്ടി ആൾക്കാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫിനിഷ് ലൈനിൽ കുതിരകൾ എത്തുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് ഫോട്ടോ നോക്കിയിട്ട് തീരുമാനിക്കും ആരാ ജയിച്ചതെന്ന്. ഇങ്ങനെയാണ് ഫോട്ടോ ഫിനിഷ് എന്നുള്ള ഫ്രേസ് വന്നത്. ഇനി അടുത്ത ഫ്രേസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അത് ആക്ച്വലി ബാഡ് ആയിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി അത് സംഭവിച്ചത് നന്നായി. അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ ജീവിതത്തിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ലോക്ക്ഡൗണിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രകൃതിക്ക് ഈ ലോക്ക്ഡൗൺ കുറച്ച് നല്ലതാണ്. കാരണം വാഹനങ്ങളൊന്നും അധികം ഓടുന്നില്ല, പൊല്യൂഷനൊക്കെ കുറവാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് വെച്ചിട്ട്? ദോ ദ ലോക്ക്ഡൗൺ ഹാസ് മെയ്ഡ് അവർ ലൈഫ്സ് മിസറബിൾ, ഇറ്റ് സീംസ് ടു ബി എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ഫോർ ദ എൻവയോൺമെൻറ്റ്. നമുക്ക് ഈ ലോക്ക്ഡൗൺ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പ്രകൃതിക്ക് ഇത് നല്ലതായിട്ട് വന്നു. ഒന്നുകൂടെ പറയാം. Though the lockdown has made our lives miserable, it seems to be a blessing in disguise for the environment. ഇനി വേറൊരു സന്ദർഭം നോക്കാം. ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് കിടക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയി. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. പക്ഷെ അത് നന്നായി. എന്താ കാരണം? അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത ജോലി അതിനേക്കാളും നല്ലതായിരുന്നു, എന്നെ അതെനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? അപ്പോൾ ആദ്യം എന്താ പറയേണ്ടത്? എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ എനിക്ക് റിജക്ഷൻ ആയിരുന്നു. പക്ഷേ അത് നല്ല കാര്യമായി. കാരണം എന്താ? അടുത്ത അതിനേക്കാളും നല്ലൊരു ജോലി എനിക്ക് കിട്ടി. ഐ വാസ് റിജക്റ്റഡ് ഇൻ ദ ഫസ്റ്റ് ജോബ് ഇൻ്റർവ്യൂ, ബട്ട് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആസ് ഐ കുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ് ലേറ്റർ. അപ്പോൾ ഇതിൽ കുറച്ച് സെൻറ്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യം എന്താ പറയണത്? ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല, പക്ഷേ അത് നന്നായി. എന്തുകൊണ്ടാണ്? രണ്ടാമത് അതിനേക്കാളും മികച്ച ഒരു ജോലി എനിക്ക് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊരു വലിയ സെൻറ്റൻസ് ആണ്. അപ്പോൾ നിർത്തിയിട്ട് ഓരോ സെൻറ്റൻസും ക്ലിയർ ആക്കിയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എങ്ങനെ വരുന്നത്? ഐ വാസ് റിജക്റ്റഡ് ഇൻ ദ ഫസ്റ്റ് ജോബ് ഇൻ്റർവ്യൂ, ബട്ട് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആസ് ഐ കുഡ് ഗെറ്റ് എ ബെറ്റർ ജോബ് ലേറ്റർ. ഇനി അടുത്ത ഫ്രേസ് നോക്കാം. അടുത്ത ഫ്രേസ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ബുഷിന് ചുറ്റും ബീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ സംസാരിക്കാണ്ട് സമയം കളയുക. ഇതിനാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരാളോട് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ചോദിക്കുക. അപ്പോൾ അയാൾ കാര്യത്തിലേക്ക് വരാണ്ട് അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അയാളോട് എങ്ങനെ പറയുക? ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്, ഗെറ്റ് ടു ദ പോയിൻറ്റ്. ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാണ്ട് കാര്യം പറയും നിങ്ങൾ. ഇനി വേറൊരു സെനേറിയോ പറയാം. ഞാൻ ഒരു വലിയ കമ്പനിയിലെ ഒരു മാനേജറാണ്. അപ്പോൾ എനിക്ക് കുറേ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ബിസിനസ്സാണ് കേട്ടോ. അപ്പം ഇന്ന് ഉണ്ടായൊരു സംഭവം ഞാൻ വൈകുന്നേരം ഭാര്യ എടുത്തുവെന്ന് പറയാം. ഇന്നെന്ത് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്നൊരു സിസ്റ്റം ഫെയിലായി. അപ്പോൾ ഇത് ഫെയിലായപ്പോൾ ഇതിന് റെസ്പോൺസിബിളായ ആളെടുത്ത് ഞാൻ കുറേ വട്ടം ചോദിച്ചു ഇത് എന്താ പറ്റിയെന്ന്. അയാളാണെങ്കിൽ കാര്യം പറയാണ്ട് ഇങ്ങനെ ബബ പഠിക്കുക. അപ്പോൾ ഞാൻ ഈ കാര്യം എൻ്റെ ഭാര്യ അടുത്ത് വന്ന് പറയുക. ഇതെങ്ങനെയാണ് പറയുക? ടുഡേ ദർ വാസ് എൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്, വൺ ഓഫ് ദ സിസ്റ്റംസ് ഹാഡ് ഫെയിൽഡ്. ഏതൊരു സിസ്റ്റം ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. വെൻ ആസ്ക്ഡ് അബൌട്ട് വൈ ദ സിസ്റ്റം വാസ് ഫെയിലിംഗ്, ദ മാനേജർ കെപ്റ്റ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആൻഡ് വി കുഡൻറ്റ് കം ടു എനി യൂസ്ഫുൾ കൺക്ലൂഷൻ. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് സെൻറ്റൻസ് ആണ്. നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് അനലൈസ് ചെയ്യാം. When asked about why the system was failing, എന്തുകൊണ്ടാണ് സിസ്റ്റം ഫെയിൽ ആവുന്നതെന്ന് ആളുടെ അടുത്ത് ചോദിച്ചപ്പം, he kept beating around the bush.
ആൾ കാര്യമായിട്ടൊന്നും പറയാണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റിയില്ല. വി കുഡിൻറ്റ് കം ടു എനി യൂസ്ഫുൾ കൺക്ലൂഷൻ. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ, ഈ വലിയ മാനേജേഴ്സും അല്ലെങ്കിൽ ടീം ലീഡ്സും അങ്ങനത്തെ ആൾക്കാരൊക്കെ പറയണ കേൾക്കുന്ന സെൻറ്റൻസാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബീറ്റ് അറൗണ്ട് ദ ബുഷ് ചെയ്യരുത്, കം ടു ദ പോയിൻറ്റ്. അപ്പോൾ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫ്രേസാണ്. ഇതിൻ്റെ അർത്ഥം ഒരിക്കൽ മനസ്സിലായാൽ പിന്നെ നമ്മൾ മറക്കില്ല, പക്ഷെ മനസ്സിലായില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ ഫ്രേസ് എന്താണെന്ന് നോക്കാം. ബ്രേക്ക് എ ലെഗ്. കാലൊടിക്കാൻ. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരു പെർഫോമൻസോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവരോട് പറയുകയാണ്, നന്നായി പെർഫോം ചെയ്യൂ, ബെസ്റ്റ് ഓഫ് ലക്ക്, ഗുഡ് ലക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ബ്രേക്ക് എ ലെഗ്. അടിച്ച് പൊളിക്കാൻ പറയില്ലേ. നമ്മൾ മലയാളത്തിൽ അടിച്ച് പൊളിക്കാൻ പറയുമ്പോൾ പോയിട്ട് പൊളിക്കാനല്ലല്ലോ പറയണത്, നന്നായി പെർഫോം ചെയ്യാനല്ലേ പറയണേ. ഇതുമാതിരി ഇംഗ്ലീഷിലുള്ളൊരു സംഭവമാണ് ബ്രേക്ക് എ ലെഗ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം നോക്കാം. When the team went out for the final race, the coach shouted out to them, break a leg. ടീമിൻ്റെ ഫൈനൽ റേസിൽ കോച്ച് അവരുടെ അടുത്ത് പറഞ്ഞു ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കാൽ തല്ലുപിടിക്കാനല്ല കേട്ടോ, അല്ലെങ്കിൽ സ്വയം കാലുടിയാനല്ല, നന്നായി പെർഫോം ചെയ്യുമെന്നാണ് അവർ പറയണത്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം. ഇതിൽ നമ്മൾ ബ്രേക്ക് എ ലെഗിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിൽ ഫുൾ കോണ്ടെക്സ്റ്റ് അങ്ങ് വിട്ടുപോകും. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. Before my dance competition, my father shouted to me, break a leg. And I was so happy hearing that. ഡാൻസ് കോമ്പറ്റീഷന് മുമ്പ് അച്ഛൻ എന്താ എന്നോട് ഷൗട്ട് ചെയ്ത് പറഞ്ഞേ, ബ്രേക്ക് എ ലെഗ്. ഞാൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി അടുത്ത ഫ്രേസ്, പുൾ യുവർ സെൽഫ് ടുഗെദർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം കാം ഡൗൺ, റിലാക്സ് ചെയ്യാനാണ് ഇതിൻ്റെ അർത്ഥം. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ മോൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോവാ കേട്ടോ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞു, അവസാനം എന്ത് പറ്റി, ആൾ ഫെയിലായി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നു, എന്തിന്, ഒന്ന് റിലാക്സ് ചെയ്യാൻ. ഇതെങ്ങനെയാണ് നമ്മൾ പുൾ യുവർ സെൽഫ് ടുഗെദർ വെച്ച് പറയുക. ആഫ്റ്റർ ഹിയറിംഗ് ദ ബാഡ് ന്യൂസ്, ഐ നീഡഡ് എ ഫ്യൂ മിനിറ്റ്സ് ടു പുൾ മൈ സെൽഫ് ടുഗെദർ. ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കുറച്ച് സമയം വേണ്ടിയിരുന്നു ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് കാം ഡൗൺ ചെയ്യാൻ. After hearing the bad news, I needed a few minutes to pull myself together. ഇനി വേറൊരു സെനേറിയോ നോക്കാം. ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു, പക്ഷെ കുടുംബത്തിന് വേണ്ടി അയാൾക്ക് കാമായേ പറ്റൂ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? He lost his job, but he had to pull himself together for his family's sake. അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് കാമായിരുന്നേ പറ്റൂ. ഇവിടെ നമ്മൾ പറയുന്നത് പുൾ ഹിംസെൽഫ് ടുഗെദർ. നേരത്തെ നമ്മൾ പറഞ്ഞത് പുൾ മൈ സെൽഫ് ടുഗെദർ. അപ്പോൾ ഇതുമാതിരി പുൾ ഹെർ സെൽഫ് ടുഗെദർ അല്ലെങ്കിൽ പുൾ ദം സെൽഫ് ടുഗെദർ, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് കേട്ടോ. ഇനി അടുത്ത ഫ്രേസ് ഹാങ് ഇൻ ദെയർ, അവിടെ തൂങ്ങിക്കിടക്കാൻ. അതിൻ്റെ അർത്ഥം ഗിവ് അപ്പ് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്, അതാണ് ഹാങ് ഇൻ ദെയറിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോയെന്ന് എനിക്കറിയാം, പക്ഷേ പിടിച്ചു നിൽക്കും എങ്ങനെയെങ്കിലും. ഇവിടുന്ന് ഇത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനേ സാധ്യതയുള്ളൂ. ഇതെങ്ങനെയാണ് പറയുക? നിങ്ങൾ കുറേ ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെ പറയാം? ഐ നോ യു ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഐ നോ ദാറ്റ് യു ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്. പക്ഷേ തളരരുത്, ഇനി ഇവിടുന്ന് കാര്യങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ തളരരുത് എന്നുള്ള അർത്ഥത്തിലാണ്. ബട്ട് ഹാങ് ഇൻ ദെയർ, തിങ്സ് ക്യാൻ ഓൺലി ഇംപ്രൂവ് ഫ്രം ഹിയർ. അപ്പോൾ ഒന്നുകൂടെ സെൻറ്റൻസ് നോക്കാം. ഐ നോ യു ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്, ബട്ട് ഹാങ് ഇൻ ദെയർ, തിങ്സ് ക്യാൻ ഓൺലി ഇംപ്രൂവ് ഫ്രം ഹിയർ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ടീച്ചർ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് പറയണത്? ഹാങ് ഇൻ ദെയർ, യു വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ഇഫ് യു കീപ് ട്രൈങ്. എന്നുവെച്ചാൽ തളരരുത്, വിട്ടുകൊടുക്കരുത്. നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് എന്തായാലും ഇംപ്രൂവ് ചെയ്യും. ഹാങ് ഇൻ ദെയർ, യു വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ഇഫ് യു കീപ് ട്രൈങ്. അപ്പോൾ അടുത്ത ഫ്രേസ് കിക്ക് ദ ബക്കറ്റ്. അതിൻ്റെ അർത്ഥം മരിക്കുക അല്ലെങ്കിൽ ടു ഡൈ.
ഈ കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ പറയില്ലേ ജോസേട്ടൻ പടായി എന്നൊക്കെ, ഇതുപോലെ പറയുന്നതാണ് കിക്ക് ദ ബക്കറ്റ്. അല്ലാതെ വലിയ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ പത്രത്തിലൊന്നും കിക്ക് ദ ബക്കറ്റ് എന്ന് വരില്ല. ഇതൊക്കെ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലാണ് കേട്ടോ. ഈ കിക്ക് ദ ബക്കറ്റ് വെച്ചിട്ടാണ് ബക്കറ്റ് ലിസ്റ്റൊക്കെ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ വിഷസാണ് ഈ ബക്കറ്റ് ലിസ്റ്റിലുണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഐ ഹാവ് ഡിസൈഡഡ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് വെൻ ഐ കിക്ക് ദ ബക്കറ്റ്. ഇപ്പം എൻ്റെ മരണത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് ചില്ലായിട്ട് പറയാമല്ലോ. വേറെ ആൾക്കാരുടെ മരണത്തെക്കുറിച്ച് നമ്മളങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ എൻ്റെ മരണത്തിന് ശേഷം ഞാൻ എൻ്റെ ഓർഗൻസൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് വെൻ ഐ കിക്ക് ദ ബക്കറ്റ്. കിക്ക് മൈ ബക്കറ്റ് അല്ല, കിക്ക് ദ ബക്കറ്റ്. അതുപോലെ ഇപ്പോൾ എനിക്കൊരു ഡോക്ടർ സുഹൃത്തായിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ അയാളോട് പറയാണ്, എടോ താൻ തരുന്ന മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഇഫ് ഐ ടേക്ക് യുവർ മെഡിസിൻ ഐ വിൽ ഡെഫിനറ്റ്ലി കിക്ക് ദ ബക്കറ്റ്. നമ്മൾ സുഹൃത്തായ ഡോക്ടറിനോട് പറയാം, നമ്മൾ വേറെ വല്ല സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇത് പറയാൻ പാടില്ല. ഇഫ് ഐ ടേക്ക് യുവർ മെഡിസിൻ ഐ വിൽ ഡെഫിനറ്റ്ലി കിക്ക് ദ ബക്കറ്റ്. തമാശയ്ക്ക് പറയുന്ന ഒരു ഫ്രേസാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫ്രേസസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സന്ദർഭമൊക്കെ അനുസരിച്ച് പ്രയോഗിക്കുക. അടുത്ത വീഡിയോയിൽ വേറെ കുറേ ഫ്രേസസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്. ബൈ.